മോദി സർക്കാർ നടപ്പാക്കുന്ന കരാർ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും രാജ്യത്തിന് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിൽ സുരക്ഷിതത്വം നൽകുന്ന പല ക്ലോസുകളും ഒഴിവാക്കിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദഗ്ധ സമിതിയിലെ 3 അംഗങ്ങൾ നൽകിയ വിയോജനക്കുറിപ്പും ഇന്ന് ദ ഹിന്ദു ദിനപത്രം പുറത്തുവിടുകയും ചെയ്തു. ഇതിനെല്ലാമുള്ള മറുപടി ഇന്നത്തെ CNDG റിപ്പോർട്ടിൽ തൃപ്തികരമായി ഉണ്ടോ എന്ന പരിശോധനയാണ് സ്പെഷ്യൽ എഡിഷൻ നടത്തുന്നത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് അശോക് കുമാർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം, CPM സുരേഷ് ബാബു, KPCC ജനറൽ സെക്രട്ടറി ശ്രീ പ്രഭാകരൻ പല്ലേരി, മുൻ കോസ്റ്റ് ഗാർഡ് DG സി ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരാണ്. ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. വേഗം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ അശോക് കുമാർ, ഇന്നിപ്പോൾ ദ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്ന ഈ വിദഗ്ധ സമിതിയിലുണ്ടായിരുന്ന 3 ആളുകളുടെ വിയോജനക്കുറിപ്പിൻ്റെ വിശദാംശങ്ങൾ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ കരാർ, അതായത് നിങ്ങളുടെ സർക്കാർ നടപ്പിലാക്കുന്ന ഈ കരാർ രാജ്യ താൽപ്പര്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി നിഷേധിക്കുന്നവയാണ്. രാജ്യത്തിന് പൂർണ്ണമായും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ക്ലോസുകളോടെയല്ല, വ്യവസ്ഥകളോടെയല്ല ഈ കരാർ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നതാണ് അവരുടെ വിയോജിപ്പ്. അതവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാമുള്ള തൃപ്തികരമായ മറുപടി ഇന്നത്തെ CNDG റിപ്പോർട്ടിലുണ്ടെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുമോ? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ സ്ഥാപനങ്ങൾ നൽകുന്ന അതോറിറ്റി, അവർ നൽകുന്ന ക്ലീൻ ചീറ്റ്, ഇത് റഫാൽ ഇടപാടിൽ മുൻപ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അർദ്ധസംഖ്യക്കിടയില്ലാതെ പറഞ്ഞു ഈ ഗവൺമെൻറ് ചെയ്തതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും വേണ്ട, കറക്റ്റായിട്ടുള്ള വഴിയിലൂടെയാണ് ഗവൺമെൻറ് പോകുന്നത്. രാജ്യത്തിൻ്റെ കണക്കപ്പിള്ള ഭരണഘടനാ സ്ഥാപനമാണ്, അതിന്ന് പറഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നടത്തിയ ഇടപാടുകൾ കൃത്യമാണെന്ന് പോകുന്നത്. അതിനപ്പുറത്തേക്ക് റാമിൻ്റെ ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം ഒരു പ്രതിരോധ വകുപ്പ് സെക്രട്ടറി അയച്ച കത്ത് അടിഭാഗം ഫോർജ് ചെയ്ത് മാറ്റി ആ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ പത്രങ്ങൾക്ക് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ആ പത്രങ്ങൾ നടത്തുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വിശ്വാസം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ നൽകുന്ന ക്ലീൻ ചീറ്റ്. പിന്നെ മറ്റെല്ലാവർക്കും പറയാം. ഇന്ന് അതിനേക്കാൾ സന്തോഷകരമായ വാർത്ത ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുലായം സിംഗിനെ പോലെയുള്ള നേതാക്കൾക്ക് പോലും മോദിയുടെ സർക്കാർ നേർവഴിയിലാണ്, വീണ്ടും തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, കോൺഗ്രസിന് മാത്രമാണ് പ്രശ്നം. കോൺഗ്രസ് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തെറ്റാണ്, ആകെ ശരിയായ പാതയിലുള്ള ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബം മാത്രമേ കറക്റ്റായിട്ട് രാജ്യത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം റോങ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത് തൻ്റെ അച്ഛനെ പോലെ ബൊഫേഴ്സ് ഇടപാടിൽ നമുക്കെല്ലാവർക്കും അറിയും എന്നതുപോലെയാണ് എല്ലാ സർക്കാരുകളും എല്ലാ ഗവൺമെൻറ്റുകളും എന്നാണ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിച്ചത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുവരുന്നു. 2004 അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും അധികം ഉന്നയിച്ച കാര്യം ശവപ്പെട്ടിയുടെ പേരിലായിരുന്നു. ജോർജ് ഫെർണാണ്ടസ് കഴിഞ്ഞ ദിവസം നിസ്വനായിട്ട് മടിയിൽ കനമില്ലാതെ കോടികളുടെ ആസ്തി തൻ്റെ പേരിലില്ലാതെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു. സാങ്കേതികമായി BJP പുറത്തുപോയി. അധികാരത്തിൽ വന്ന മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള CBI അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി 2 വർഷത്തിനുള്ളിൽ. കോൺഗ്രസ് അധികാരം പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ കേസിൽ അതേ സർക്കാർ ക്ലീൻ ചിറ്റ് നൽകി അദ്ദേഹത്തെ കുറ്റവിമുക്തനായി. ആ കേസ് നിലവിലുണ്ട്. ഓക്കെ, അത്തരം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷെ നമുക്കതിലേക്ക് ഉപരിപ്ലവമായി പോകുന്നതിന് പകരം ശ്രീ അശോക് കുമാർ, ഇവിടെ ഈ ഉപസമിതി ഉണ്ടല്ലോ, ഈ വിദഗ്ധ സമിതിയിലെ 3 അംഗങ്ങൾ, വിലയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വാഭാവികത, ഈ കരാർ സമ്മതിക്കുന്നു, അതിൽ 3 പേർ മാത്രമേ ഉള്ളൂ, ന്യൂനപക്ഷമാണ്, അവരുടെ അഭിപ്രായം തീരുമാനമായി വരികയും ചെയ്യില്ല. പക്ഷെ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമാണ്, അത് അപ്രസക്തമായി പോകുന്നില്ലല്ലോ. അത് ആര് പറഞ്ഞാലും അവർ പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലവുമായി ബന്ധപ്പെട്ട് കരാറുകളുടെ വിശദാംശം പരിശോധിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ കഴിയും. പക്ഷെ അതിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എല്ലായിടത്തും നിറവേറ്റിയിട്ടില്ല. വിലയുടെ കാര്യത്തിൽ, ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ, അവർ നമുക്ക് സ്പെയർ പാർട്സ് നൽകുന്ന കാര്യത്തിൽ, നമ്മളുമായി ഇവിടുത്തെ ഈ പറയുന്ന ഓഫ്സെറ്റ് കരാർ പാലിക്കുന്ന കാര്യത്തിൽ ഒന്നും അവർക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു കൊടുക്കാത്ത, അവർ ലംഘിച്ചു പോയാലും നമുക്കൊരു നടപടിയും എടുക്കാൻ കഴിയാത്ത വിധം ദുർബലമായ ഒരു പൊസിഷനിലാണ് ഈ പുതിയ കരാറിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ. വിശദാംശം വേണമെങ്കിൽ ഞാൻ പറയാം, സമയപരിമിതി കൊണ്ടാണ്. അതിനൊന്നും CAG മറുപടി പറഞ്ഞിട്ടുമില്ല. ഇതിലിപ്പോൾ 2.28% വിലക്കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാക്കാൻ പോയാൽ അവർക്ക് അത്രയും ചെലവാകും. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ധാരണയേക്കാൾ അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് വലിയ ചിലവൊക്കെ ഉണ്ടാവും. നമ്മൾ അതുകൂടി ഓർക്കണമെന്ന നിലയിലാണ് ഇപ്പോൾ CAG ഈ കുറവ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാങ്കേതിക യുക്തിയും സത്യത്തിൽ അതിനകത്ത് ഇല്ലതാനും. അല്ല, അത് വളരെ കൃത്യമാണ്. ഒന്ന്, ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞാൽ
നേരത്തെ ഗവൺമെൻറ് UPA ഗവൺമെൻറ് ചർച്ച നടത്തിയത് റാഫേൽ കമ്പനിയുമായിട്ടാണ്. ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ഇടപാടാണ്. ഗവൺമെൻറ്റിൻ്റെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഫ്രഞ്ച് ഗവൺമെൻറ്റുമായി നേരിട്ട് ചെയ്യുന്ന ഒരു ഡീലിൽ ബാങ്ക് ഗ്യാരണ്ടി വേണമെന്ന് ഇന്ത്യയെ പോലും ഒരു രാജ്യം പറയില്ല. അതേസമയം ഒരു വിദേശ കമ്പനിയുമായി ചെയ്യുന്ന കാര്യത്തിലാണ് ബാങ്ക് ഗ്യാരണ്ടിയുടെ ആവശ്യം വരുന്നത്. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. പിന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ച ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ട 13 തരത്തിലുള്ള സ്പെഷ്യലൈസ് ആയിട്ടുള്ള സംഗതികൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതിന് മാറ്റം വരുത്തിയിട്ടുള്ളത്. 2007 കരാറ് ഡീൽ ആദ്യ കരാറുമായി ചർച്ചയ്ക്ക് തുടങ്ങിയതിന് ശേഷം 7 വർഷക്കാലം കൂടി UPAയുടെ സർക്കാർ 2014 വരെ അധികാരത്തിലുണ്ടായ 7 വർഷക്കാലം ചെയ്യാത്തത് NDA സർക്കാർ വന്ന് 2 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കി താങ്കൾ പറയുന്നു. അപ്പോൾ DPP, അതായത് ഈ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് തുടങ്ങിയ ഒരു പരിപാടി അത് മാറ്റിവെച്ച് സർക്കാർ തല കരാറിലേക്ക് അതിനെ കൊണ്ടുപോവുക സാധാരണ നിലയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല. കാരണം റഫാൽ വിമാനം വാങ്ങാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിന് നമ്മൾ ഈ DPP ചട്ടം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. പെട്ടെന്നൊരു ദിവസം അത് ഒഴിവാക്കി സർക്കാർ നേരിട്ട് റോൾ എടുക്കുന്നു. സർക്കാർ തല ചർച്ചയും ധാരണയുമാക്കി അതിനെ മാറ്റുന്നു. അങ്ങനെ മാറ്റേണ്ടുന്ന അടിയന്തര സാഹചര്യം എന്തായിരുന്നു അതിലെന്ന് വിശദീകരിക്കാമോ? എങ്കിൽ താങ്കൾ പറയുന്ന ഗുണം പെട്ടെന്ന് വിമാനങ്ങൾ കിട്ടുമെന്നോ? തീർച്ചയായിട്ടും അത് പറയും. 2001 കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് വ്യോമസേന ഈ ആവശ്യം ഉന്നയിക്കുന്നത്. 2007 UPA അതിൻ്റെ ആദ്യ കരാറുമായി മുന്നോട്ട് വന്നു. ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് അപേക്ഷ ക്ഷണിക്കുന്നത്. പക്ഷേ 7 വർഷക്കാലം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് മലയാളിയായിട്ടുള്ള ആന്റണി ഇതിനു മുകളിൽ അടയിരിക്കുകയായിരുന്നു. ഒന്നും വിരിഞ്ഞില്ല. അതാണ് പ്രശ്നം. ശരി, സമ്മതിച്ചു. അപ്പൊ കഴിഞ്ഞ സർക്കാർ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ആദ്യത്തെ 18 വിമാനങ്ങൾ നമുക്ക് ആദ്യത്തെ 18 വിമാനങ്ങൾ 36 മുതൽ 44 മാസങ്ങൾ കൊണ്ട് കിട്ടുമെന്നായിരുന്നു ധാരണയെങ്കിൽ ഇപ്പോൾ അത് 36 മുതൽ 58 മാസം വരെ എന്നാക്കി കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യം താങ്കൾ ഓർക്കുക. വേഗത്തിൽ കിട്ടാനുള്ള പരിപാടിയാണ് നിങ്ങൾ എല്ലാ ക്ലോസുകളും ഒഴിവാക്കിക്കൊണ്ട് ചെയ്തത് എങ്കിൽ ഇത്ര സമയമെടുക്കും കിട്ടാനെന്നാണ്. ഇതിനകം തന്നെ ആ കമ്പനിക്ക് ഒരു വർഷം പരമാവധി ഉണ്ടാക്കാൻ കഴിയുന്നത് 9 വിമാനങ്ങളാണ് എന്ന ആ കമ്പനിയുടെ റെക്കോർഡ്സ് പരിശോധിച്ചാൽ മനസ്സിലാകും. വേറെ വിവിധ രാജ്യങ്ങളുമായി അവർക്ക് കരാറുകളുണ്ട്. ഫ്രാൻസിന് തന്നെ കൊടുക്കാനുണ്ട്, ഈജിപ്തിന് കൊടുക്കാനുണ്ട്, ഖത്തറിന് കൊടുക്കാനുണ്ട്. കിടക്കുകയാണ് കുടിശ്ശിക. അതാണ് ആദ്യം ഉണ്ടാക്കുക. എപ്പോ കിട്ടും? നിങ്ങൾ ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ട് ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കി, സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ട കരാറുകൾ ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫ്സെറ്റ് കരാറിലെ പ്രത്യേക ധാരണകളെല്ലാം ഒഴിവാക്കി എടുത്തത് എപ്പോൾ എന്ന് വിമാനം എത്തിക്കാനാണ്? 10 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല നമുക്കിത്. 8 വർഷം 7 വർഷക്കാലം ഇതിൽ ഡിലേ വരുത്തിയത് അധികാരത്തിന്റെ ഇടനാഴിയിൽ അന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെയായിരുന്നു മൻമോഹൻ സിംഗിന്റെ പിറകിൽ. അവരത് ചെയ്യാതിരുന്നു. പിന്നീട് നമ്മളെ ഗവൺമെന്റുകൾ തമ്മിൽ വരുന്ന ഡീലിൽ മാറ്റം വരുത്തി അതിനാവശ്യമായ സ്പെസിഫിക്കേഷനിൽ മാറ്റം വരുത്തിയില്ലേ? നമ്മൾ ആവശ്യപ്പെട്ട 13 പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തി ആധുനികവൽക്കരിച്ച് തയ്യാറാക്കുന്ന വിമാനത്തിൽ കുറച്ച് സമയം കൂടി കൂടുതൽ കൊടുക്കേണ്ടി വന്നു. എന്ത് ആധുനികവൽക്കരണം മനസ്സിലായില്ല. നമ്മുടെ വിദഗ്ധർ പോയി ഒരു വിമാനം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിമാനം നമ്മുടെ വ്യോമയാന വിദഗ്ധർ പരിശോധിക്കുന്നു. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിമാനം ശ്രീ അശോക് കുമാർ നമ്മുടെ വ്യോമയാന വിദഗ്ധർ പരിശോധിക്കുമ്പോൾ അതിന് ചില പോരായ്മകളുണ്ട്. അത് പരിഹരിച്ചു തരണം ഞങ്ങളുടെ ഈ വിലയ്ക്കെന്ന് പറയുന്നു. അപ്പോൾ അത് പോരായ്മ പരിഹരിക്കാനുള്ള പ്രശ്നമെന്ന നിലയ്ക്ക് എന്ന വാചകം ഒഴിവാക്കി ഇന്ത്യക്ക് വേണ്ടി ചില പ്രത്യേകമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നു എന്ന ഒരു ഇന്ത്യയുടെ പ്രത്യേകമായ എൻഹാൻസ്മെന്റ് നിലയ്ക്ക് അതിനെ മാറ്റി അതിന് വൻതുക അഡീഷണലായി ചേർത്തു എന്നതല്ലേ അതിലെ പരമാർത്ഥം. നമ്മൾ പറഞ്ഞത് ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് പരിഹരിക്കണമെന്നാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ പോരായ്മ എന്ന വാക്ക് ഒഴിവാക്കുന്നു. പകരം നമുക്ക് വേണ്ടി അഡീഷണലായി ചില കാര്യങ്ങളാക്കി മാറ്റി. യൂറോപ്പിന്റെ പരിസ്ഥിതിയോ യൂറോപ്പിന്റെ ഭൂമിശാസ്ത്രമോ അല്ല ഇന്ത്യയുടേത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിനും പരിസ്ഥിതിക്കും ഇന്ത്യൻ സേന ആവശ്യപ്പെടുന്ന അവർക്ക് വേണ്ട പ്രത്യേകതകളൊക്കെ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ശത്രു രാജ്യങ്ങളെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളോട് കൂടി റഫാൽ കമ്പനി വിമാനം കൊടുക്കുന്നത്. അല്ലാതെ ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഒരേപോലെ വിതരണം ചെയ്യുന്നതല്ല. ഓരോ രാജ്യത്തിനും അവരുടെ ശത്രു രാജ്യങ്ങൾ, അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവർ യുദ്ധം ചെയ്യേണ്ട സാഹചര്യങ്ങൾ. ഇപ്പൊ കാർഗിൽ മലവടക്കിൽ യുദ്ധം ചെയ്യുന്നത് പോലൊരു സാഹചര്യം യൂറോപ്പിലെ മറ്റൊരു രാജ്യത്തിനുണ്ടാവില്ല, ഈജിപ്തിനുണ്ടാവില്ല. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം അതൊരു പോരായ്മ. എല്ലായിടത്തും ഉപയോഗിക്കാൻ, എല്ലാ ട്രെയിനിലും ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനം എന്ന നിലയ്ക്ക് നമ്മൾ വാങ്ങാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിന് അശോക് കുമാർ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇതിന് ചില നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പുതിയ കാലത്തെ ഏറ്റവും മികവുറ്റ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതി പരിഹരിച്ചു വേണം ഞങ്ങളുടെ ഈ വിലയ്ക്ക് തരാൻ എന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത്. ആ പരിമിതി എന്ന വാക്ക് സർക്കാർ കൂടി ഇടപെട്ട് ഒഴിവാക്കി
പ്രത്യേകമായ സൗകര്യങ്ങളെന്ന് കൂട്ടിച്ചേർക്കുകയാണ് അവർക്ക് തോന്നുംപടി വില ഉയർത്താൻ. കശ്മീരിൽ കൂടി പറക്കുമ്പോൾ നമുക്ക് അധികമായി കാണാനുള്ള ബൈനോക്കുലർ, മഞ്ഞുമടക്കുകളിൽ ഇറങ്ങിപ്പോയാൽ അവിടെ അഡീഷണൽ ഇഗ്നീഷൻ സ്റ്റാർട്ടാവാൻ, ഇതിനൊക്കെയാണ് ആയിരക്കണക്കിന് രൂപ അധികം വാങ്ങുന്നത്. 3 ഇരട്ടി പണം. ഇത് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ശ്രീ അശോക് കുമാർ? അത് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ അതിൽ കൂട്ടിച്ചേർക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ അതിനകത്ത് പിടിവാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുകൂടി പറയൂ. ഈ കോൺഗ്രസിന്റെ കാലത്തുണ്ടായ ധാരണ 44 മാസം മാക്സിമം ആയിരുന്നു. അത് 58 കൂട്ടിയിട്ട് വേഗം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്ക് അടിയന്തര ആവശ്യമുണ്ടെന്ന് 58 കൂട്ടിയിരിക്കുന്നുവെന്ന ഒന്നാമത്തെ കാര്യം. ഈ കമ്പനി എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും വർഷം 8 ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ നമുക്ക് എങ്ങനെ തരും നിങ്ങൾ ഈ പറയുന്ന സമയത്തിനകത്ത്? അത് പറയാമോ? കൊടുക്കാൻ കിടക്കുകയാണ് ഖത്തറിനും ഈജിപ്തിനും ഫ്രാൻസിനും ഒക്കെ തന്നെ. ഫ്രാൻസിന് ആദ്യം കൊടുക്കണം, കുടിശ്ശിക കിടക്കണം, ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 2001 ഈ പ്രോഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാലത്തിനിടയ്ക്ക് 168 ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ഇത്ര അധികം ആവശ്യക്കാരുണ്ടായിട്ട്. അപ്പം മാക്സിമം ഒരു വർഷം 8. ഇതെപ്പോൾ കിട്ടും? നിങ്ങളാണെങ്കിൽ പരമാവധി സമയം നീട്ടിക്കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം, ഒറ്റ കാര്യത്തിന് മറുപടി കിട്ടിയാൽ ഇതിനെല്ലാത്തിനും ഉത്തരവാകും. ആന്റണിയുടെ കാലത്ത് നടത്തിയ ഏതെങ്കിലും ഒരു പ്രതിരോധ ഇടപാടിനെ കുറിച്ച് പറയാൻ സാധിക്കുമോ നിഷാന്തിന്? കഴിയില്ല. ഒരു ജാക്കറ്റ് പോലും കരസേനയിലെ സൈനികർക്ക് വാങ്ങിക്കൊടുക്കാത്ത പ്രതിരോധ മന്ത്രിയാണ് നമ്മുടേത്. അവിടെയാണ് പ്രശ്നം. അഴിമതിയെ ഭയന്ന് കോൺഗ്രസിന്റെ ഇടനാഴിയെ വിശ്വാസമില്ലാത്തതുകൊണ്ട്, അധികാരത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. കൃത്യമായ ഡീല് നടത്തും. രാജ്യങ്ങൾ നടന്നിട്ടുണ്ട്. വിമാനം കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇല്ലാത്ത പൈസക്കാണ് ഇത് വാങ്ങിക്കുന്നത് എന്ന പ്രശ്നമാണ് ഡിഫൻസ് ഉദ്യോഗസ്ഥർ. ഇല്ലാത്ത പൈസക്കാണ് ഇത് വാങ്ങാൻ പോകുന്നത്. അത് ഇപ്പോഴെങ്കിലും കിട്ടാനും പോകുന്നില്ല എന്നാണ് ഇതിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. PM സുരേഷ് ബാബു ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വാദങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ അവർക്ക് ഈ CNDG കൂടി കിട്ടുന്നത്. 2.82% വില കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ മുൻ ധാരണയേക്കാൾ എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് CNDG. പിന്നെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്, അതിലേക്കൊന്നും പോയിട്ടുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം വളരെ കംഫർട്ടബിളായ ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുന്നോട്ട് പോകുന്ന ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ ഈ CNDG റിപ്പോർട്ട്? കംഫർട്ടബിൾ എങ്ങനെയാണ് ആവാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവില്ല. അത് കംഫർട്ടബിൾ ഒന്നും ഒരിക്കലും ആവില്ല. കാരണം ഇവർ തന്നെ ഈ പറഞ്ഞ നമ്മൾ CNDGയുടെ റിപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പറയുന്നത് കൂടുതൽ ഇഫക്റ്റീവായി അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനപ്രദമായി ഈ കരാറ് മാറ്റാമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് സംതിങ് എന്തോ എവിടെയൊക്കെയോ അതിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. CAGക്ക് നാളെ മറ്റൊരു ഭരണകൂടത്തിനോട് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ആ മറുപടി പറയാനുള്ള ബാധ്യത കൂടി അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യതയെ എനിക്കൊരു വിശ്വാസവും ഇല്ല. കാരണം അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഈ കച്ചവടത്തിലൊക്കെ പങ്കാളികളായിരിക്കും. ഇതിൻ്റെയൊക്കെ നടപടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളുമാണ്. അദ്ദേഹം തന്നെ പരിശോധിച്ച് വന്നൊരു റിപ്പോർട്ട് കൊടുത്ത് വെള്ളപൂശുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ടാണ് എന്ന് കരുതാൻ നമുക്ക് നിവൃത്തിയില്ല. പിന്നീടുള്ള കാര്യങ്ങൾ ഓരോന്നുമാണ്. എന്താണ് പ്രധാനമായും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമൻ അശോക് കുമാർ പറയുന്നത് AK ആൻ്റണിയുടെ കാലത്ത് 7 വർഷക്കാലം ഇത് വലിച്ചു നീട്ടിയെന്നുള്ളതാണ്. ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഗവൺമെൻറ് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും അനിൽ അംബാനിയുടെ ഉപദേശകന്മാർ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് കരാർ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് കരാർ നടക്കുമായിരുന്നു. രാജ്യത്തിന് ഗുണകരമായ, രാജ്യത്തിന് ആവശ്യമായ, രാജ്യത്തിൻ്റെ ധനം ചോർന്നു പോകാത്ത ഒരു വ്യവസ്ഥ ധന കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് റിക്വയർമെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡിഫൻസിൻ്റെ റിക്വയർമെൻറ്റ് 126 വിമാനം വേണം എന്നുള്ളത് ഡിഫൻസിൻ്റെ വ്യോമയാന ഡയറക്ടറേറ്റിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തെ എന്തുകൊണ്ട് 36 കുറച്ചു? അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഡിഫൻസിന് 126 കുറച്ചു. ഒന്ന്. രണ്ടാമത്, ഇതിന് അന്നത്തെ നിലവാരത്തിലുള്ള വില വെച്ചുകൊണ്ട് 126 ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്തരം ഒരു കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആദ്യം നമുക്ക് തരുന്ന 26, പിന്നീടുള്ളത് പകുതി പണം, പിന്നീടുള്ള വിമാനങ്ങളുടെ പണത്തിൻ്റെ പകുതി ഇന്ത്യ രാജ്യത്ത് ചെലവഴിക്കണം.
ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. ഓഫ്സെറ്റ് പാർട്ട്ണറായി നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനത്തെ നിലനിർത്തണം തുടങ്ങിയുള്ള രാജ്യ താല്പര്യങ്ങളുടെ കരാറുകൾ ഓരോന്നോരോന്നായി, രാജ്യ താല്പര്യത്തിന് വേണ്ടിയുള്ള കരാറുകളുടെ വ്യവസ്ഥകൾ ഓരോന്നോരോന്നായി വെച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരു പുതിയ കരാറുണ്ടാക്കിയത്. ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ ഡിഫൻസ് പ്രിക്വയർമെൻറ്റിനെ കുറിച്ചൊരു പ്രോട്ടോക്കോൾ ഇന്ത്യ രാജ്യത്ത് മിനിസ്ട്രിയിലുണ്ട്. അത് പൂർണ്ണമായും ചെയ്യുന്നത് രാജ്യരക്ഷാ വകുപ്പ് മാത്രമാണ്. PMO അതിനകത്ത് ഇടപെടാറില്ല. ശ്രീ ആൻ്റണിയുടെ കാലത്ത് UPA-യുടെ 1ഉം 2ഉം UPA-യുടെ കാലത്തോ മറ്റൊരു കാലത്തോ PMO അതിനകത്ത് ഇടപെട്ടിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും കാലഘട്ടത്തിൽ PMO ഇടപെടുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന, അതല്ലെങ്കിൽ അകപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ PMO-യുടെ ഇടപെടലുകൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ PMO ഇടപെട്ടു. PMO ഇടപെട്ടതിനെക്കുറിച്ച് തന്നെ ആക്ഷേപമുണ്ടായി. നമ്മുടെ കേരളീയനായ മോഹൻകുമാർ അതിനെതിരായി അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിഫൻസ് മിനിസ്റ്റർ മനോഹർ പരീക്കിന് കത്ത് കൊടുക്കുന്നു. ആ കത്തിന് മനോഹർ പരീക്ക് പറയുന്നത് എന്താ? നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യേണ്ട, അത് അവിടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ, അവരത് നോക്കിക്കൊള്ളട്ടെ എന്നാണ്. അതിനർത്ഥം ഏത് രണ്ട് തരത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. നമ്മളെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നോക്കുകയല്ലേ, എന്നാൽ പ്രധാനമന്ത്രി തന്നെ നോക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ഡിഫൻസ് മിനിസ്റ്റർ അത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും. പിന്നെ ഇതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ഇവിടെ തന്നെ നിഷാദ് പറഞ്ഞല്ലോ, 3 ഈ സബ് കമ്മിറ്റിയിലെ ആളുകൾ, അവർ സാധാരണക്കാരായ ഒരു സബ് കമ്മിറ്റി, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും ആവശ്യത്തിന് വെക്കുന്ന സബ് കമ്മിറ്റി പോലെയല്ല. ദേ ആർ ടെക്നോക്രാറ്റ്സ്. അവർ ഇതിനകത്ത് റിജോയിൻഡർ വെച്ചിരിക്കുന്നു, വിയോജിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു. ആ വിയോജനം അഡ്രസ്സ് ചെയ്യണമല്ലോ, മെജോറിറ്റി അല്ലല്ലോ ഇതിനകത്ത് നോക്കേണ്ടത്. 4 പേരില്ലേ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്, അന്യായമാണ്, രാജ്യത്തിനോടുള്ള വെല്ലുവിളിയാണ്. അവർ മുന്നോട്ട് വെച്ച പോയിന്റ് പരിഗണിക്കപ്പെടേണ്ടത്. ശ്രീ ലാൽകുമാർ, ഇവിടെ സിയാൻഡേജി പറയുന്ന ഒരു കാര്യം 2007-ലെയും 2015-ലെയും വിലകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നത് പരിഗണിക്കണമെന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് നാഷണൽ സ്റ്റാറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കണക്ക് വെച്ചിട്ടാണ് അവർ അവരുടെ വില നിർണ്ണയിക്കുക. നമ്മൾ നമ്മുടേതുമായി ബന്ധപ്പെട്ട് വില നിർണ്ണയിച്ചു, പക്ഷേ അംഗീകരിക്കപ്പെട്ടത് അവരുടെ വിലയാണ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ വിലയ്ക്കാണ് നമുക്ക് സത്യത്തിൽ തരാൻ കഴിയുക. എന്നിട്ടും ഈ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് 2.828% കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. എസ്കലേറ്റിംഗ് പ്രൈസ് ഇതിൽ അംഗീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണെങ്കിൽ കൂടി സിയാൻഡേജി ചൂണ്ടിക്കാണിക്കുന്ന നമുക്ക് കിട്ടിയെന്ന് പറയപ്പെടുന്ന ഈ മഹാ ആനുകൂല്യം സത്യത്തിലൊരു ആനുകൂല്യമാണോ? അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2 വാക്ക് ഈ CAG റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞോട്ടെ. കാര്യം നമുക്ക് പൊതുധാരണ CAG റിപ്പോർട്ടിനെ കുറിച്ചൊരു വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ അത്ര വിമർശനത്തിന് അതീതമാക്കാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട്. ഇല്ല, വിമർശിക്കുക തന്നെ ചെയ്യും, അത് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? NDA ഗവൺമെൻറ്റും UPA ഗവൺമെൻറ്റും തമ്മിൽ കമ്പാരിസണാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഈ കമ്പാരിസൺ എന്തിനാണ് ഇവർ നടത്തുന്നത്? ഇവർ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് പറഞ്ഞാൽ പോരെ. CAGയുടെ റോൾ എന്താണ്? റാഫേൽ കരാർ ഒപ്പിടാൻ പോകുമ്പം എത്ര നഷ്ടപ്പെട്ടു, എത്ര കാശ് നമുക്ക് റവന്യൂവിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പെർ പ്രൈസ് എത്ര പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇവർ UPA-യുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? there it became a political document. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇവരോട് CAG-യോട് ആരും ചോദിച്ചില്ല കോൺഗ്രസിൻ്റെ സമയത്ത് എത്ര ആയിരുന്നു എന്ന്, UPA-യുടെ സമയത്ത് എത്ര ഈ നാട്ടുകാർ ചോദിച്ചത്. നമ്മളെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനകത്ത് നമ്മളിത് എടുത്തത്, അവരും ആ പൊളിറ്റിക്സ് ആക്കി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ പിന്നീട് CAG ആയി, അതൊക്കെ അവിടെ ഒരു അല്പം മാറി നിൽക്കട്ടെ. എന്തിന് CAG കമ്പാരിസൺ നടത്തുന്നു? ആരോട് ചോദിച്ചിട്ട് കമ്പാരിസൺ നടത്തുന്നു? CAG-യുടെ ഏതെങ്കിലും ആൾക്കാർ ആവശ്യപ്പെട്ടോ ഇത് കമ്പാരിസൺ നടത്താൻ? ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഇൻഫ്ലുവൻസ്. നമ്മൾ വരുന്നത് എന്താണ്? ഇപ്പം നിഷാദ് പറഞ്ഞു വന്നത് 2.85% കുറഞ്ഞു, അല്ലെങ്കിൽ 86% കുറഞ്ഞു. എവിടെ നിന്നാണ് ഇത് കുറയുന്നേ? നിങ്ങൾ നമ്പർ അവിടെ ഇല്ല, ടോട്ടൽ പ്രൈസ് കൊടുത്തിരിക്കുന്ന അവിടെ ഇല്ല, അത് പോട്ടെ. പക്ഷേ വൈ ആർ യു കമ്പയറിംഗ് വിത്ത് UPA എന്നുള്ള ഒരു ചോദ്യം. 2, ഇന്ത്യൻ സ്പെസിഫിക് എൻഹാൻസ്മെൻറ്റുകളെ കുറിച്ച് ഈ CAG ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 4 എൻഹാൻസ്മെൻറ്റുകൾ വേണ്ടാത്തതാണ്, ഇന്ത്യൻ എയർഫോഴ്സിന് പോലും വേണ്ടാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡിജിക്ക് എന്താണ് ആ 4 എണ്ണം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം? ആ കോസ്റ്റ് നമുക്ക് ലാഭിച്ചുകൂടായിരുന്നു? ഇവർ കറപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്കത് ഒഴിവാക്കി കൂടായിരുന്നു. പിന്നെ കറപ്ഷനെ എല്ലാം നമ്മൾ മോണിറ്ററി ലെവലിൽ നമ്മൾ കാണാൻ പാടില്ല. കറപ്ഷൻ അല്ലാത്ത ലെവലിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ വരാറുണ്ട്. അംബാനി എങ്ങനെ അറിഞ്ഞു 10 ദിവസം മുമ്പ് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യാൻ പോകുന്നു ഇന്ത്യയും ഫ്രാൻസും തമ്മിലെന്ന്? അദ്ദേഹത്തിന് എങ്ങനെ മെയിൽ അയക്കാൻ പറ്റുന്നു?
അപ്പം ഓത്ത് ഓഫ് സീക്രസി എടുത്തിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ഈ നാടിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാമെന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന ഓത്ത് ഓഫ് സീക്രസി വെല്ലോർക്കും ചെവിയിൽ ഓതി കൊടുത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലേ അംബാനി എങ്ങനെ അറിയും? അതിന് ഉത്തരം അദ്ദേഹം പറയണ്ടേ? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാര്യം നമ്മൾ ഡിഫൻസ് മിനിസ്റ്ററോ ഫൈനാൻസ് മിനിസ്റ്ററോ ഫൈനാൻസ് സെക്രട്ടറിയോ ഒന്നും അറിയാത്ത കാര്യങ്ങൾ ഇവരറിയുന്നു. എങ്ങനെ അംബാനി എങ്ങനെ അറിഞ്ഞു? അംബാനി പാപ്പരായി നിൽക്കുന്ന അംബാനിയാണ്. എറിക്സണുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിൽ സുപ്രീം കോടതി ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ അംബാനിയാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പാപ്പർ സൂട്ട് ഫയൽ ചെയ്യാന്നാണ്. അത്രയും കാശില്ലാത്ത ഒരാളെ എങ്ങനെ ഈ ഓഫ്സെറ്റ് കോൺട്രാക്ട് ഇവർ സൈൻ ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് തുണി മണി ഇല്ലാത്തവൻ എങ്ങനെയാണ് നിങ്ങൾ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കൊടുക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ലക്ഷ്യം അംബാനി എന്ന് പറയുന്ന അനിൽ അംബാനി എന്ന് പറയുന്ന പൊളിഞ്ഞു നിൽക്കുന്ന ഒരു കുത്തകയെ, നേരത്തെ കുത്തകയെ എങ്ങനെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലൊന്നാണെന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഈ സോവറൻ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. സോവറൻ ഗ്യാരണ്ടി വെക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി വെക്കാത്തത് കൊണ്ട് ഒരു 25% ലാഭമുണ്ട്. ആർക്ക്? ഡെസോയ്ക്ക് ലാഭം, ഫ്രഞ്ച് സർക്കാരിനല്ല. ഈ ഡെസോയുടെ ലാഭം നമുക്ക് അതിൻ്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് ഇവർക്ക് ഡിബേറ്റ് ചെയ്തായിരുന്നോ? അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിലേക്ക് പോയല്ലായിരുന്നോ? അതന്നെ ഇവർ പോകാഞ്ഞത്. എന്നുവെച്ചാൽ ഫ്രഞ്ച് സർക്കാർ ഒരു കാര്യം പറഞ്ഞു, അത് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ആക്റ്റീവയ്ക്ക് 5 ലക്ഷം രൂപയാണെന്ന് അവർ പറഞ്ഞു, അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണല്ലോ ഇവർ പറഞ്ഞത്. അവർ പറഞ്ഞതുകൊണ്ട് അവർ സമ്മതിക്കത്തില്ല. ഇല്ല, മേടിക്കേണ്ടെന്ന്. ഇവിടെ യൂറോജെറ്റ് അവൈലബിൾ ആണ്. യൂറോജെറ്റ് 2015 അവർ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 20% റിഡക്ഷനിൽ ഈ സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന റാഫേലിന് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഈ അശോക് കുമാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്ലെയിനിന് പറ്റുന്ന, ഇന്ത്യൻ ജിയോഗ്രഫിക്കൽ ടെറൈനിന് പറ്റുന്ന രീതിയിലുള്ള സാധനം അപ്പുറത്തുണ്ട്. നിങ്ങൾക്ക് റാഫേൽ തന്നെ മേടിക്കണമെന്നും അംബാനിക്ക് ഓഫ്സെറ്റ് കോൺട്രാക്ട് കൊടുക്കണമെന്നും ഒക്കെ എന്നെ എത്ര നിർബന്ധം? അതൊന്നും അറിയണ്ടേ? ഈ ജനങ്ങൾ അറിയണ്ടേ? പിന്നെ ഈ CAG-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. CAG അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന അക്കൗണ്ടുകൾ മാത്രമേ അവരെടുത്തിട്ടുള്ളൂ. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന വാല്യുബിൾ ഡോക്യുമെന്റ്സ് വെച്ചാണ് അവർ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക്സ് അവിടെ മാറി നിൽക്കട്ടെ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓഫ്സെറ്റുകളെ കുറിച്ചുള്ള കറപ്ഷനാണ് നമ്മൾ ഇത്രയും നാൾ, ഞാൻ തന്നെ നിഷാദിൻ്റെ അടുത്ത് 3 ചർച്ചയ്ക്ക് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെന്ന് തോന്നി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഈ വിഷയത്തിൽ ഓഫ്സെറ്റിനകത്തുള്ള കോൺട്രാക്റ്റിലെ അഴിമതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO നടത്തിയ അനധികൃതമായ ഇടപെടലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും CAG-യുടെ റിപ്പോർട്ടിനകത്ത് വന്നിട്ടില്ല. വളരെ പരമപ്രധാനമായ, അതിൽ തന്നെ തന്ത്രപ്രധാനമായ പലതും CAG മൗനം പാലിക്കുന്ന പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് വരാം. ശ്രീ പ്രഭാകരൻ പല്ലേരി, താങ്കൾ ഇതിനെ പൊതുവായി എങ്ങനെ കാണുന്നു? നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുഗുണമാം വിധമുള്ള പ്രത്യേക സൗകര്യങ്ങൾ ചേർക്കുന്നതിന് വലിയ തുക ഈടാക്കേണ്ടി വന്നു എന്നതാണ് സർക്കാർ പറയുന്ന വാദം. അതേസമയം നമ്മൾ ഇതിന് ഏറ്റവും പറ്റിയ വിമാനം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നതും നമുക്ക് ബോധ്യപ്പെട്ട ഒന്ന് വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ വിദഗ്ധർക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നു, ഇതിന് ചില പരിമിതികളുണ്ട്. ഏറ്റവും അപ് ടു ഡേറ്റ് ആയ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മെഷീൻ നിങ്ങൾ പറയുന്ന സാധനത്തിന് ചില പരിമിതികളുണ്ട്. അത് പരിഹരിച്ചു വേണം ഞങ്ങൾക്ക് ഈ വിലയ്ക്ക് തരാൻ എന്നതാണ് നമ്മളുടെ പോയിന്റ്. അപ്പോൾ അതൊരു പരിമിതി എന്ന വാക്കൊഴിവാക്കുക. അതിൽ ഇന്ത്യക്ക് സവിശേഷമായ ചില സാധനങ്ങൾ കൂട്ടിച്ചേർക്കണം. അതിന് ഒരുപാട് പണമാകുമെന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ 526 പെർ പീസ് എന്ന പ്രൈസ് 1600 എന്ന 3 ഇരട്ടിയിലേക്ക് പോവുകയാണ്. ഇതൊരു അസാധാരണത്വം താങ്കൾ കാണുന്നുണ്ടോ? ഇതിൽ കാര്യമായിട്ടുള്ള അസാധാരണത്വം ഒന്നും ഞാൻ കാണുന്നില്ല. അതിനുള്ള കാരണം ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ റഫേൽ എന്നുള്ള ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. പക്ഷേ 2-3 ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തത് കാരണം കുറേയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പല സംഗതികളും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതേസമയം അത്രയും കാര്യമായിട്ടുള്ളൊരു വിഷയം ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, റീ എൻജിനീയറിങ്, അതായത് രൂപാന്തരപ്പെടുത്തുക, ഒരു ദേശത്തിന് വേണ്ടിയിട്ട് ഞാൻ വിൽക്കുന്ന വിമാനത്തെ രൂപാന്തരപ്പെടുത്തുക, അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അതിന് 2 കാരണമുണ്ട്. ഞാനിപ്പോൾ അമേരിക്കയിൽ പോയിട്ടൊരു വിമാനം വാങ്ങുക, ഫ്രാൻസിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഒരു പോർ വിമാനം വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉപയോഗിക്കുന്നൊന്നും അവർ നമുക്ക് തരില്ല. അവർ നമുക്ക് വേണ്ടി വേറെ മാതിരിയിൽ ഡിസൈൻ ചെയ്യുക. അതുമാത്രമല്ല, അവർ പോലും അറിയാതെ നമുക്കതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തേണ്ട ആവശ്യവുമുണ്ട്. അതിലൊരുപാട് സീക്രസി ക്ലോസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങുന്ന വിമാനം എങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് നമ്മുടെ ആർക്കെതിരായിട്ടാണോ നമ്മൾ വാങ്ങുന്നത് അവർ അറിയാൻ പാടില്ല. അത് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളതാണ്. ഇപ്പോൾ ഖത്തറിന് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നതെങ്കിൽ ഖത്തറിനോട് ചോദിച്ചിട്ട് അവർക്ക് വേണ്ട മാതിരി ഞാനത് രൂപാന്തരപ്പെടുത്തി കൊടുക്കും. അത് ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ തന്നെ ചെയ്യും. എൻഹാൻസ്മെന്റിന്റെ കാര്യത്തിൽ താങ്കൾക്ക് വിയോജിപ്പുകളൊന്നുമില്ല, അത് സാധാരണ നടന്നു വരുന്ന ഒന്നാണെന്ന അഭിപ്രായം പങ്കുവെക്കുകയാണ്. അതിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ പ്രഭാകരൻ പല്ലേരി, നമ്മളൊരു എക്യുപ്മെന്റ് വാങ്ങുകയാണ്, കുറെ എണ്ണം വാങ്ങുന്നുണ്ട്, ഇത്ര അധികം പൈസക്കാണെങ്കിൽ വാങ്ങിക്കുന്നത്. അതിൽ
ഈ കമ്പനിക്ക് കരാർ ഈ അടുത്ത കാലത്ത് പാലിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നല്ല തർക്കമുണ്ട്. കാരണം അത്രയും ബാക്ക്ലോഗുള്ള കമ്പനിയാണത്. അപ്പോൾ ഈ കമ്പനിക്ക് നമ്മോടുള്ള കരാർ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നില വരിക, അല്ലെങ്കിൽ ആ കമ്പനി പാപ്പരായി പോവുക, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുക എന്ന് വച്ചാൽ നമുക്ക് നമ്മുടെ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന ക്ലോസുകൾ അതിൽ വേണ്ടതല്ലേ? നേരത്തെ തന്നെ ഇതിൽ തന്നെ ഈ വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിക്കുന്ന മിറാഷ് വാങ്ങിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ തരാൻ കഴിയില്ല എന്ന് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള കമ്പനിയാണ് ദസോ. അതുകൊണ്ട് സ്പെയർ പാർട്സുകൾ കൃത്യമായി തരാനും മെയിൻ്റനൻസ് അവർ തന്നെ ഉറപ്പാക്കുമെന്ന ക്ലോസ് അതിൽ ചേർക്കുക എന്നതൊക്കെ പരമപ്രധാനമാണ് എന്ന് പറയുന്നു. ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ താങ്കൾക്ക് അസാധാരണത്വം തോന്നുന്നുണ്ടോ? ഇതും മുമ്പ് നടന്നിട്ടുള്ളതാണ്. മിഗ് വിമാനങ്ങളുടെയും ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ പലരുടെ അടുത്തുനിന്നും വാങ്ങുമ്പോഴും അവർ ചിലപ്പോൾ ഇത് തരില്ലെന്ന് മാത്രമല്ല, അത് തരാമെന്ന് പറഞ്ഞ് തന്നെ നിർത്തിവെക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സാങ്ഷൻ ഉണ്ടാകും. അമേരിക്കയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി ക്ലോസിൽ കൂടെ തന്നെ അത് പിന്നെ തരില്ല, അത് സാങ്ഷൻസ് വരും ഓരോ രാജ്യത്തിനും, ഇറാനൊക്കെ വരുന്ന മാതിരി. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, 2007 മുതൽ ഈ വർഷം വരെ നോക്കുകയാണെങ്കിൽ 12 വർഷം കഴിഞ്ഞു. ഇത് വാങ്ങുമ്പോൾ നമ്മൾക്ക് എന്തായിരുന്നോ ആവശ്യം, ആ ആവശ്യം തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും 12 വർഷം കഴിയുമ്പോഴത്തേക്ക്. അന്ന് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളൊരു ഉടുപ്പ് വാങ്ങുകയാണെങ്കിൽ 12 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അത് ഇനിയും നീണ്ടുപോകാനുള്ള ഒരുപാട് കാരണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയം കൊണ്ട് കമ്പനി തന്നെ വേറെ ആരെങ്കിലും വാങ്ങിയെന്ന് വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിനെതിരായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കേണ്ടി വരും. അത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇപ്പോൾ അടുത്ത ഗവൺമെൻറ്റിന് ഇതൊരു ഭാരമായിട്ട് മാറാം. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരു ഗവൺമെൻറ് വന്നിട്ട് ഓർഡർ കൊടുത്ത് അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും വേറൊരു ഗവൺമെൻറ് വരും. അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടെയും കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനിയും ഒരു 12 വർഷം ആദ്യത്തെ പ്ലെയിൻ ഇന്ത്യയിൽ പറക്കാൻ എടുക്കുമോ എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല നിലയ്ക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ധൃതിപ്പെട്ട അത്യാവശ്യമുള്ളത് പെട്ടെന്ന് വാങ്ങിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് 2022 ആകും ആദ്യത്തേത് കിട്ടാനെന്ന് പറയുന്നു. അത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം അവർക്ക് അതുമായി എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാനുള്ള ക്ലോസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവരെ മുറുകെ പിടിക്കാൻ കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചട്ടങ്ങൾ വേറെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. അക്കാര്യത്തിലുള്ള സ്വതന്ത്ര സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അശോക് കുമാർ, അതിപ്പോൾ ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യം പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അത് നമുക്കിനിയിപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറായതുകൊണ്ട് തന്ത്രപരമായ പങ്കാളി എന്ന നിലയ്ക്ക് ഫ്രാൻസ് നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്നാണ് CNDG ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യത്തിൽ അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരിക്കണം എന്ന് മാത്രം, പോട്ടെ, ഒരു വിശ്വാസത്തിന് വിടാം. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, മറ്റ് വിവിധങ്ങളായ കാര്യത്തിൽ, ഇവിടുത്തെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലൊക്കെ പൂർണ്ണമായും ഈ ഉദാരത കാട്ടിയത് എന്തിനാണ്? HAL നിക്ഷേപിക്കാമെന്ന് പറയുന്ന പണം HAL പുതിയ കരാറിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. പകരം അംബാനിയിലേക്ക് അത് പോകുന്നതൊക്കെ അടക്കമുള്ള സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? HAL ഒഴിവാക്കപ്പെടുകയും അംബാനി വരികയും ചെയ്യുക എന്നത് രാജ്യ പുരോഗതിയുടെ ഭാഗമാണോ? HALനെ സംബന്ധിച്ചിടത്തോളം HALന് ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ള സർക്കാർ നമ്മുടെ സർക്കാരാണ്, ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരാണ്. HAL മറ്റ് 2-3 വിമാനങ്ങളുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതിരോധ വിദഗ്ധർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. HALനെ ആ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തി ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. HALനേക്കല്ല, മറ്റിലേക്കൊന്നും. ഔട്ട്സെറ്റ് കരാറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ യാതൊരു പങ്കാളിത്തവുമില്ല, അത് കമ്പനി തീരുമാനിക്കേണ്ടതാണെന്ന് പറഞ്ഞു. ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ച ഒരു ഇമെയിൽ, ആ ഇമെയിൽ നോക്കൂ, സുരേഷ് ബാബു സാർ പോലും ചെയ്യില്ല. ഒരു ദേശീയ നേതാവാണ് ചെയ്യുന്നത്, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. എയർബസ് ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഡീലാണത്. അത് ആ മെയിലിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു. ആ മെയിലെടുത്ത് പരിശോധിച്ചാൽ അറിയാം. എയർബസ് എന്ന് പറയുന്നു, AH എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. എയർബസ് ഹെലികോപ്റ്ററുമായിട്ടുള്ള പ്രശ്നത്തെ ഇത് എന്ത് കണ്ടാലും റഫേൽ, ആകാശത്തു കൂടി എന്ത് പറന്നു പോയാലും അത് റഫേൽ വിമാനമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വെപ്പ്. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആ വിമർശനമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ ബാങ്ക് ഗ്യാരണ്ടി എന്നത് 60,000 കോടി രൂപയുടെ പ്രോജക്റ്റിൽ ബാങ്ക് ഗ്യാരണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഫിനാൻസ് സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഒഴിവാക്കപ്പെട്ടു എന്നത് നമുക്ക് കാണാം. അങ്ങനെ വിത്ത് ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിൽ ആ 64,482 കോടി രൂപയാണ് 64,482 കോടി രൂപയാണ് ആവുക. പക്ഷേ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതെയുള്ള കരാർ ഉണ്ടാവുന്നു. ബാങ്ക് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടിയത് 59,674 കോടി രൂപയേ ഉള്ളൂ. പക്ഷേ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതെയാണെങ്കിലും 63,039 വേണമെന്ന് ഫ്രാൻസ് പറയുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. അതായത് ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതെ വേണ്ടത് 53,000 സംതിങ് ക്രോർ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് ഫ്രാൻസ് സമ്മതിക്കില്ല, അവർ പറയുന്നത് കൊടുക്കണം. തീർച്ചയായിട്ടും
ഇന്ത്യയുടെ ഗവൺമെന്റ് ഒരു സ്വകാര്യ വിദേശ കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി കൂടിയേ തീരൂ. അതിൽ യാതൊരു തർക്കവുമില്ല. നിഷാന്തിനോട് യോജിക്കുകയാണ്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്ന കരാറിൽ ബാങ്ക് ഗ്യാരണ്ടി, മറ്റ് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഡീല് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതങ്ങനെ സമാനമായിട്ടുള്ള തുല്യ ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ, സവിശേഷ സാഹചര്യങ്ങളിൽ സർക്കാരിന് അങ്ങനെ കരാർ ഉണ്ടാക്കാനുള്ള നിയമമുണ്ട്, ചട്ടമുണ്ട്. സവിശേഷ സാഹചര്യങ്ങളിൽ സർക്കാരിന് അങ്ങനെ തലവന്മാരുമായിട്ടുള്ള കാഴ്ചപ്പാട്, സവിശേഷ സാഹചര്യങ്ങളിൽ സർക്കാരിന് അങ്ങനെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഇത് തുടങ്ങിയത്. ഇത് രണ്ടും ഒരേ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള കരാറാണ്. ഈ കരാർ സർക്കാർ ടു സർക്കാർ എന്ന നിലയ്ക്കല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. ആ നിലയ്ക്ക് തന്നെ പോകാമായിരുന്നു. ആ ക്ലോസുകളെല്ലാമായി. ഇതേ പ്രോഡക്റ്റ് വാങ്ങാൻ ഇപ്പോൾ സർക്കാർ കയറി ഇടപെടുന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഇനി ഒറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നെഗോഷിയേഷൻ ടീം പറയുന്നത് വിത്തൗട്ട് ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിൽ 59,674 കോടി മതി ഇടപാടിന് എന്നാണ്. ഫ്രാൻസ് പറയുന്നു വിത്തൗട്ട് ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിലും ഞങ്ങൾക്ക് 63,039 കിട്ടണമെന്ന്. അത് അംഗീകരിച്ചു കൊടുത്തു. അതായത് 5.3% അപ്പോഴും അതിനകത്തും കൂടുതലാണ്. അതിനൊരു ന്യായം പറയാമോ നിങ്ങൾ? ബാങ്ക് ഗ്യാരണ്ടി പോട്ടെ, ഫ്രാൻസ് സഹായിക്കും, ചതിക്കില്ല, തന്ത്രപരമായ പങ്കാളിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ പൈസ കൂടുതൽ എന്തിനു കൊടുക്കുന്നു? 5.3% കൂടുതലാണ്. ഫ്രാൻസിനെ ഉൾപ്പെടുത്തിയത് കൃത്യമാണ്. മുൻകാലങ്ങളിൽ സ്വകാര്യ വിദേശ കമ്പനികളുമായിട്ടുണ്ടാക്കിയ കരാറുകളിലൊക്കെ ഒക്ടോവിയോ കോത്രോച്ചിമാരുണ്ടായിരുന്നു. ഇതേ കരാർ, റഫാൽ കരാറിൽ തന്നെ റോബർട്ട് വധേരയുടെ കമ്പനി സമ്മതിച്ചു. അതൊക്കെ സമ്മതിച്ചു. ഞാൻ ചോദിക്കുന്നത് അശോക് കുമാർ, അതിന് നമ്മുടെ നെഗോഷിയേഷൻ ടീമിന് ഒരു ധാരണ ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്നത് മോശം ആളുകളാണോ? അവർ പറയുന്നത് വിത്തൗട്ട് ബാങ്ക് ഗ്യാരണ്ടി 59,674 കോടി മതിയാവും, വേണ്ടതായിരുന്നു ബാങ്ക് ഗ്യാരണ്ടി. നിങ്ങൾക്ക് താല്പര്യമില്ല സർക്കാരിന് എങ്കിൽ 59,000 സംതിങ് മതിയെന്ന് പറയുന്നു. ഫ്രാൻസ് പറയുന്നു പറ്റില്ല, 63,000 വേണമെന്ന്. ഫ്രാൻസ് പറയുന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അധികമായി 5.3% കൊടുക്കുന്നത് എന്തിനാണ്? ബാങ്ക് ഗ്യാരണ്ടി ഒഴിവാക്കിയത് വിശ്വസിക്കാം. പക്ഷെ എന്തിനാണ് കൂടുതൽ പണം കൊടുക്കുന്നത്? അവർ ചോദിക്കുന്നതാണ് എല്ലാം അംഗീകരിച്ചത്. അവർ ചോദിക്കുന്നത് അതിനാണ് പാലേരി സാറ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മറുപടി കിട്ടും. കാരണം ആ കുട്ടിയുടെ ഉടുപ്പിൻ്റെ കഥ പറഞ്ഞല്ലോ. ഈ 12 വർഷത്തെ വ്യത്യാസമില്ലേ, അത് ആഗോളതലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരുത്തിയിട്ടില്ലേ? അതാണ് പരിശോധിച്ചിട്ടുള്ള CAG. അത് പരിശോധിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2.86% ലാഭമാണെന്ന് കൃത്യമായിട്ട് CAG കണ്ടെത്തിയിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ലാതിരുന്നാൽ നമുക്ക് എന്താണ് ചെയ്തത്? മറ്റൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടത്, എന്തിനാണ് ഇതിനെ ധൃതി പിടിച്ച് ഈ കരാർ തന്നെ ഏർപ്പെട്ടത്? ഈ കരാർ തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, വ്യോമസേനയും വ്യോമസേനയുടെ സുരക്ഷാ ഉപദേശക സമിതിയുമാണ് റഫാൽ വിമാനം വേണമെന്ന് പറയുന്നത്. ആ പറയുന്ന അവരുടെ ആവശ്യത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ് ഏത് ഗവൺമെൻറ് ആണെങ്കിലും. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും ഇത് ഏത് വാങ്ങണം എങ്ങനെ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമല്ല, അത് വ്യോമസേനയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെ പരിശോധിച്ച് അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഞങ്ങൾ വാങ്ങുന്നതല്ല. ഞങ്ങൾക്ക് ഇതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. വ്യോമസേനയ്ക്ക് ഒരു ആവശ്യം വന്നു, വേഗത്തിൽ അത് എത്തിച്ചു കൊടുക്കുക, അതിനകത്ത് പൈസ നോക്കിയില്ല എന്ന നിലയ്ക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇടനിലക്കാരെ ഒഴിവാക്കി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനെയാണ് പ്രശംസിക്കേണ്ടത്. എന്നോടാണോ ചോദ്യം നിഷാദേ? ശിലാൽകുമാർ, അതിനകത്ത് പൈസ നമ്മുടെ ആവശ്യമാണ് പ്രധാനം. ആവശ്യത്തിന് അത് ആരോടൊക്കെ എങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് വേഗത്തിൽ എത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടി എല്ലായിടത്തും കോംപ്രമൈസ് ചെയ്തു. അതിന് ഞങ്ങൾക്ക് പൈസയൊന്നും കിട്ടിയിട്ടില്ല, ഫ്രാൻസിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. അശോക് കുമാർ പറഞ്ഞ വാദം തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ഒറ്റ ചോദ്യം, അല്ല എനിക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ശരി ശിലാൽകുമാർ പറയൂ. അല്ല, അശോക് കുമാർ പറഞ്ഞ വാദം പൂർണ്ണമായിട്ട് ഞാൻ എടുത്തു. കാര്യം 129 എയർക്രാഫ്റ്റ് വേണമായിരുന്നു, ശരിയാണ്. വളരെ ലാഭത്തിൽ നമുക്ക് മോഡിജി മേടിച്ചെന്നത് 36 എന്താ കുറച്ചത്? വളരെ കുറച്ചിട്ട് 126 മേടിച്ചുകൂടായിരുന്നോ? അത് 126 മേടിച്ചുകൂടായിരുന്നു. എന്താ മേടിക്കാഞ്ഞത്? വളരെ ലാഭത്തിൽ അദ്ദേഹം പോയി ഫ്രാൻസിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടെന്ന് കയറാറില്ലേ? അതെന്നാ 126 മേടിക്കാഞ്ഞത്? എയർഫോഴ്സിന്റെ ഡിമാൻഡ് 126 ആണല്ലോ. 36 എങ്ങനെയാണ് എത്തിയത്? 36 മാത്രം മതി എന്നുള്ള ഫീസിബിലിറ്റി എങ്ങനെ എത്തി? ഇവർ എയർഫോഴ്സിനെ നന്നാക്കുക എന്നുള്ളതാണല്ലോ ഒരു ലക്ഷ്യം. നമ്മൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല എയർഫോഴ്സ് ആക്കണമെങ്കിൽ 126 വളരെ ലാഭത്തിൽ അങ്ങ് മേടിക്കരുതായിരുന്നു. അത് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഇന്റർഫിയറിംഗ്. നിങ്ങൾ ആദ്യം പറയുന്നത് ഇതിന് വരുന്ന ടൈം ഡിലേ ആവും. അല്ല അശോക് കുമാർ, അത് 36ന്റെ കാര്യത്തിലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയുന്നത്, ഒരു വർഷം ഉണ്ടാക്കാൻ മാക്സിമം 8 എണ്ണേ പറ്റൂ അവർക്ക്. അല്ല, ഈ 36 എപ്പോ കിട്ടും അത് പറയൂ നിങ്ങൾ. ഈ 36 എപ്പോ കിട്ടുമെന്ന് പറയൂ. വ്യോമസേന അടിയന്തരമായിട്ട് ഇത് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. 36 എപ്പോ കിട്ടും അശോക് കുമാർ? ഇനി തന്നില്ലെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ധരിപ്പിക്കാൻ വല്ല വ്യവസ്ഥയും കരാറിലുണ്ടോ?
36 എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൻ്റേതായ പ്രൊസീഡിങ്സ് അനുസരിച്ച് ആ ഡീലിങ്സിൽ ഇപ്പോൾ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ആശങ്കയും രേഖപ്പെടുത്തിയിട്ടില്ല. സുപ്രീം ശരി 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 ഓക്കെ ഓക്കെ ശ്രീ ലാൽകുമാർ താങ്കൾ തുടരും വേഗം. അവർക്കൊന്നും ആശങ്കയില്ല, അവർക്കൊന്നും ഇല്ലാത്ത ആശങ്ക നിഷാദിനും അദ്ദേഹത്തിനും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിപ്പോൾ രാഷ്ട്രീയമാണത്. ശരി ശരി നിഷാദ് സംസാരിക്കുന്നിടത്ത് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ശരി 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 അശോക് കുമാർ ഞാൻ വരാം. ഈ ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. എൻ്റെ ടൈമിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇവർ ഇത്ര മാന്യമായിട്ട് ചെയ്ത 126 വാങ്ങിക്കില്ലായിരുന്നുള്ള ആദ്യത്തെ ചോദ്യം. ഇത്ര കൃത്യമായിട്ട് അവർ ചെയ്തതാണെങ്കിൽ ഒരു കറപ്ഷനും ഇല്ല എങ്കിൽ മാന്യമായിട്ട് JPC അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ? നല്ല മാന്യമായിട്ട് അന്തസ്സോടുകൂടി നമുക്ക് ഇറങ്ങിപ്പോവാമല്ലോ. അതെന്നാ ചെയ്യാത്തെ? ചെയ്ത പ്രധാനമന്ത്രി ഉൾപ്പെടെ വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും JPCക്ക്. ഇതിന്റെ വില പെർ പീസിന്റെ വില എന്താണെന്ന് കൂടി പറയാമല്ലോ. വളരെ സുതാര്യമാണ്. അതെ, മാന്യമായിട്ട് വില എത്രയാണെന്ന് പറയും. പിന്നെ ഇവർ പറയുന്ന പോലെ ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള എൻഹാൻസ്മെന്റ് വരുന്നു. അതുകൊണ്ട് ലോകത്തുള്ള ആൾക്കാർക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ നിഷാദ യൂറോ ജെറ്ററുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന സാധനത്തിന്റെ അത്രയും സഫിസ്റ്റിക്കേഷൻ ഒന്നും ഈ സാധനത്തിന് വരില്ല. നമുക്ക് അവർക്ക് ഈസിലി അസ്യൂം ചെയ്യാൻ പറ്റും വാട്ട് ഈസ് വിത്ത് ദിസ് ടെക്നോളജി എന്നുള്ളത്. കാരണം നമുക്ക് ശരിയാണ് കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറച്ചു വെക്കേണ്ടതായിട്ട് വരും. ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ എന്നാൽ പോലും അമേരിക്കക്കോ ഫ്രാൻസിനോ ഇംഗ്ലണ്ടിനോ ഒക്കെ അസ്യൂം ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഫ്രാൻസ് നമുക്ക് തരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സാധനം ഫ്രാൻസ് നമുക്ക് തരുന്നു എന്ന് പറയുന്നത് ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലേ കറപ്ഷൻ ഉള്ളതുകൊണ്ട് അത് പറയുന്നത്? 9% ലാഭം ഉണ്ടായിരുന്നാണല്ലോ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്. ഇപ്പം എങ്ങനെ 2.86 കുറഞ്ഞത്? കാര്യം 9 അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ആരും മോഷിച്ചുകൊണ്ട് പോയതാണോ പൈസ? പിന്നെ അടുത്ത ചോദ്യം, അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. 2017 സെപ്റ്റംബർ 17 VK സിംഗ് പറഞ്ഞത് 40% ചീപ്പറാണിതെന്നാണ്. അരുൺ ജെയ്റ്റ്ലി 2018 ഓഗസ്റ്റ് 29 നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് 20% ചീപ്പറാണെന്നാണ്. നിർമ്മലാ സീതാരാമൻ 2018 സെപ്റ്റംബർ 18 പറയുന്നത് 9 ആണെന്നാണ്. ഇപ്പോൾ CAG പറയുന്നത് 2.86 ആണെന്ന്. അത് ഇച്ചിരൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100% ചീപ്പാന്ന് ഒരു പറയും. അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് ഇവർ ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനാണെന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷേ കുഴപ്പം എന്നറിയോ, ഈ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ കേസുകൾ പ്രത്യേകിച്ച് CAG റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ആ ക്ലോസസ് എങ്കിലും. ആർബിട്രേഷൻ വന്നാൽ ആ ഫ്രഞ്ച് കമ്പനി ഡെസോ ആർബിട്രേഷനിൽ തരില്ല, പൈസ നമുക്ക് തരില്ല, നമുക്കൊരു ക്ലെയിം ഉണ്ടെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഇടപെടും. അപ്പം മറ്റേ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് റഷ്യയുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനല്ല. കാര്യം നമുക്ക് ഡയറക്റ്റ് സേ ഉണ്ട് അവിടെ. ഇവിടെ അതിനകത്ത് സേ ഇല്ല. അശോക് കുമാർ അത് മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ CAGയുടെ റിപ്പോർട്ട് വന്നു, PAC അത് പരിശോധിച്ചു എന്ന് എന്തിനാ മോഡിജി ചുമ്മാ പോയി സുപ്രീം കോടതി കള്ളത്തരം പറഞ്ഞത്? നാട്ടുകാരൊന്നും അറിയണ്ടേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? പിന്നെ അശോക് കുമാർ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭരണഘടനയുടെ മൂല്യവും ഭരണഘടനയുടെ സ്ഥാപനങ്ങളെക്കുറിച്ചും ഈ BJPക്കാർ തന്നെ ഇത് പറയണം. ഈ നമ്മൾ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയും ഭരണഘടനയുടെ മൂല്യവും. ഈ മലയാളികളുടെ മുന്നിൽ തന്നെ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭരണഘടന നിങ്ങൾക്ക് നല്ല പൊന്നാന്തരമായിട്ട് വരുന്നിടത്ത് മാത്രം ഭരണഘടനയും ബാക്കിയുള്ളത് വരുന്ന പള്ളി പോയി പറഞ്ഞാൽ ഇത് ഇവിടെ പറയുന്നതിനോട് ഈ സമൂഹത്തിൽ പൊതുവെ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ബീഹാറിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പറഞ്ഞാൽ നടക്കും, അല്ലേ ഇവിടെ നടക്കില്ല. ഓക്കെ PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി നിങ്ങൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ വരാം ശ്രീ ലാൽകുമാർ. വലിയ രാഷ്ട്രീയ ആയുധമാക്കി നിങ്ങൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്നത് നരേന്ദ്രമോദിക്ക് മധ്യവർഗത്തിനിടയിൽ വലിയ പിന്തുണ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ എന്ന് നമുക്കറിയാം. അതിനെ മറികടക്കാൻ റഫാൽ കൊണ്ട് കഴിയുമെന്നും അങ്ങനെ രാജ്യത്തെ മുഴുവൻ ഇതിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് എക്സ്പോസ്ഡായി എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ നിഷാദ്, ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് ആ രൂപത്തിലല്ല. ആ രൂപത്തിലായിട്ട് ഞങ്ങളതിനെ കൊണ്ടുപോകുന്നില്ല. അതൊരു പെരിഫറലായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ശ്രീ നരേന്ദ്രമോദി ഉയർത്തിയത് ഞങ്ങളെ തകർക്കുന്നതിനും ഞങ്ങളെ നശിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണെന്നും അഴിമതിയിൽ അദ്ദേഹത്തിന് യാതൊരു സത്യസന്ധത ആത്മാർത്ഥതയും ഇല്ലെന്നും അദ്ദേഹം അഴിമതിക്കാരനാണെന്നും ഞങ്ങളിങ്ങനെ പെരിഫറലായിട്ട് പറയുന്നുണ്ട്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ളതിനേക്കാൾ ഉപരിയായി ഇന്ത്യ രാജ്യത്തിൻ്റെ ധനവും ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ചോർന്നു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി, നമ്മുടെ നാഷണൽ എക്സ്ചക്കർ, ഇത് രണ്ടും നശിച്ചു പോവുകയാണ്. ഇത് ആകെ ഒരു 76 കോടി ഉറുപ്പികയുടെ ഒരു ബോഫോഴ്സ് ഇടപാട് കൊണ്ട് രാജ്യം എന്തെല്ലാം കുട്ടിച്ചോറാക്കിയ ഒരു രാജ്യമാണിത്. നമുക്കറിഞ്ഞൂടെ അതൊക്കെ? ഇവിടെ ഇതെല്ലാം ആയിരക്കണക്കിന് കോടി ഉറുപ്പിക നമ്മുടെ രാജ്യത്ത് നിന്ന് ചോർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു മനസ്സിലാക്കാത്ത രൂപത്തിൽ കിട്ടാത്ത ഒരു വിമാനത്തിന് കിട്ടാത്ത സംഗതികൾക്ക് നീണ്ടു പോകുന്ന കരാറുകളാക്കുന്നു. അത് നമുക്ക് കിട്ടാതെ പോകുന്നു. മാത്രമല്ല
ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻസ്റ്റലേഷന് ആണ് എന്ന വ്യാജേന അതിനകത്ത് പണം എക്സലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത്യാദി കാര്യങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെയും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെയും നശിപ്പിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞങ്ങൾ എടുക്കുന്നത്. കൂട്ടത്തിൽ രാഷ്ട്രീയം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. ശ്രീ പ്രഭാകരൻ പലേരി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 12 വർഷം മുൻപുള്ള നമ്മുടെ നീഡ് എന്തായിരുന്നുവോ ആ നീഡല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ ഇത്ര കാലം ഈ കരാറൊക്കെ നീണ്ടുപോവുകയാണ് ഓരോന്നും. ഇപ്പോൾ ആദ്യം റഫാൽ ആവശ്യപ്പെടുന്ന സമയത്ത് എന്തായിരുന്നോ എയർഫോഴ്സിന് ആവശ്യം, അതിൽ നിന്നിപ്പോൾ അതൊരു ആവശ്യം കൂടിയിട്ടുണ്ടാവാം. നമ്മളിപ്പോഴും അതിൽ നെഗോഷിയേഷനിൽ നിൽക്കുകയാണെന്ന്. നെഗോഷിയേഷൻ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൊള്ളാവുന്നത് വാങ്ങിക്കുക എന്നാണല്ലോ നമ്മുടെ നയവും നിയമവും എല്ലാം. അപ്പം അങ്ങനെ പോകാനേ കഴിയൂ. ഈ സർക്കാർ ഈ പറയുന്ന നെഗോഷിയേഷൻ എല്ലാം ഒഴിവാക്കുന്നു, നമുക്ക് നമ്മുടെ ഭാഗത്ത് സുരക്ഷിതത്വം കൂട്ടുന്ന ക്ലോസുകൾ ഒഴിവാക്കുന്നു എന്നിവ ഇത് വേഗം കൊണ്ടുവരാനാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു ക്ലോസ് പറയുന്നത് 44 മാസം വരെ സമയമെടുക്കാമെന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ധാരണ 36 മാസമായിരുന്നു. സമയം നീട്ടിക്കൊടുക്കുന്നുണ്ട് എന്ന പ്രശ്നവുമുണ്ട്, ഒപ്പം അധിക പണം കൊടുക്കുന്നുള്ള പ്രശ്നവുമുണ്ട്. അപ്പോൾ ഈ സർക്കാരിനും ഇത് സമയത്ത് കിട്ടണമെന്ന ആത്മാർത്ഥതയില്ല എന്ന് താങ്കൾ വിമർശിക്കുമോ എല്ലാവർക്കും ഉള്ളതുപോലെ? ഇതുവരെ നമ്മുടെ രാജ്യത്ത് ആയുധ സാമഗ്രികൾ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതായത് ഈ വിമാനത്തിൻ്റെ അടുത്ത ഘട്ടമൊക്കെ നോക്കേണ്ടത് അടുത്ത ഗവൺമെൻറ് ആയിരിക്കും. ആ സമയത്തും അതേത് ഗവൺമെൻറ് ആയാലും ആ സമയത്തും ഇതിൻ്റെ വില ഇപ്പോഴുള്ളതിനേക്കാളും കൂടാൻ സാധ്യതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മൾക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള റഷ്യയുമായിട്ടുള്ള ഇടപാടുകളിൽ നമുക്ക് പറ്റിയിട്ടുണ്ട്, വേറെ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ പറ്റിയിട്ടുണ്ട്. അല്ല സി പ്രഭാകരൻ പലേരി, വില കൂടുക എന്നത് നമ്മൾ അയഞ്ഞു കൊടുക്കുന്നത് കൊണ്ടല്ലേ? അവിടെ എയർബസ് 25% ഡിഡക്ഷൻ നമുക്ക് തരാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മാറാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഏകപക്ഷീയമായി വേണ്ടെങ്കിൽ പൊക്കോളാൻ പറയുമോ? ഇല്ല, നമ്മൾ അയഞ്ഞു കൊടുക്കുകയാണ് പരമാവധി. ഇതിലിപ്പോൾ ഈ നെഗോഷിയേഷൻ സാധ്യമല്ലാത്ത ഒരു കേസാണോ? അല്ല, ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു യുദ്ധ സാമഗ്രി വാങ്ങുമ്പോൾ ഏറ്റവും വില കുറഞ്ഞത് വാങ്ങണമെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുത്ത് ജോലി. അങ്ങനെയല്ല, നമ്മൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ അതിൽ നമ്മുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് പരമാവധി വില കുറയ്ക്കാൻ ശ്രമിക്കണമല്ലോ. അല്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഇത്ര പൈസയാണ്, അപ്പോൾ റഫാൽ വേണ്ട, അതിലും കോൺഫിഗറേഷൻ കുറഞ്ഞ തരൂ എന്നല്ല നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് റഫാൽ തന്നെയാണ്. പക്ഷേ റഫാലിന് ഞങ്ങൾ പറയുന്ന ന്യായയുക്തമായ വില, ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വിദഗ്ധ സമിതി അത് വേണ്ട, ഞങ്ങളുടെ വിദഗ്ധ സമിതി പറയുന്ന ഒക്കെ ഒഴിവാക്കിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വിലയിട്ടേക്കൂ, ആ വിലയ്ക്ക് ഞങ്ങൾക്ക് ഈ സാധനം ഇവിടെ കൊടുത്തേക്കൂ, പിന്നെ HAL ഒഴിവാക്കിയിരിക്കൂ, അതിനകത്ത് റിലയൻസിനെ ചേർക്കണം, ബാക്കിയൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്നാണ് സർക്കാരിൻ്റെ നില. താങ്കൾ പറയുന്നത് ശരിയാണ്. അതായത് നമ്മൾ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് മാനുവൽ അവർ നമ്മുടെ പോളിസിക്ക് അനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അവിടെ ആ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് മാനുവൽ പോളിസിയും ബാക്കിയുള്ള സംഗതികളും നമ്മൾ ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ശരിയല്ലെങ്കിൽ നമ്മൾ അതിനെ ആദ്യം മാറ്റിയെടുക്കണം. ഇത് ഇപ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കുവാനുണ്ട്, പലതും ചെയ്യുവാനുണ്ട്. അത് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ട 2 സംഗതികളിൽ ഒന്നാണ്, ഇത് ഒരു എന്താ പറയുക, ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ സ്വയം കൊണ്ടുവരരുത്. കാരണം ഇതൊരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രതിരോധ ശക്തി നമ്മൾ ഒരു കാരണവശാലും അതിന് കോട്ടം തട്ടിക്കരുത്. രണ്ടാമത്, നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ ഏറ്റവും നല്ല സാധനങ്ങളാവണം, അല്ലെങ്കിൽ അതിനോട് അടുത്ത സാധനമാവണം. ഉദാഹരണമായിട്ട് റാഫേൽ എന്ന് പറയുന്ന വിമാനം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമല്ല, ഒരു ശക്തിയുള്ള വിമാനമാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇതിനേക്കാളും നല്ല വിമാനങ്ങളുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മൾക്ക് വേറൊരു രാജ്യത്തെ ഞെട്ടിക്കാൻ പറ്റില്ല. മൂന്നാമതായിട്ട്, നമ്മൾ ഈ വിമാനം തന്നെ ഉപയോഗിച്ച് തന്ത്രപരമായിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പണ്ട് നാട്ട് എന്ന് പറയുന്ന വിമാനം ഉപയോഗിച്ചിട്ട് നമ്മൾ വലിയ വിമാനങ്ങളെ നേരിട്ടിട്ടുണ്ട് പണ്ടത്തെ യുദ്ധത്തിൽ, പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ഒരുപാട് സംഗതികൾ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രതിരോധ രംഗത്തെ ദുർബലപ്പെടുത്താതിരിക്കാനുള്ള ഒരു കോമൺ ഇൻട്രസ്റ്റ് അക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വിമർശകർക്ക് മാത്രമല്ല, ഭരണതലത്തിരിക്കുന്ന സർക്കാരിനും കൂടി ഉണ്ടാവേണ്ട ഒന്നാണ്. അവസാനമായി അശോക് കുമാർ, ഇവിടെ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ വലിയ പ്രചാരണമായി കൂടി നിങ്ങൾക്കെതിരെ വരുന്നുണ്ട്. അത് എല്ലാം അവർ കൊണ്ടുവരുന്ന വാദങ്ങളും തകർന്നു പോവുകയാണെന്നും ഞങ്ങൾ നിൽക്കുന്ന ഇടം തന്നെയാണ് ഇപ്പോഴും സ്ട്രോങ് എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം നിരന്തരമായി വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ ദിനപത്രങ്ങളിൽ തന്നെ വാർത്തകൾ വരുന്നു. രാഹുൽ ഗാന്ധി ഒരു ദിവസം 1-ലധികം വാർത്താ സമ്മേളനം വിളിച്ച് പുതിയ കാര്യങ്ങൾ പറയുന്നു. നിങ്ങളതിന് മറുപടി പറയാൻ നിർബന്ധിതരായി മാറുന്നു. ആദ്യം നിങ്ങളതിനെ നെഗ്ലക്റ്റ് ചെയ്തതുപോലെയല്ല ഇപ്പോൾ സാഹചര്യം മാറുന്നത്.
അപ്പോൾ ആളുകൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി റഫേൽ മാറുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഗുണമുണ്ടാക്കും? ഞങ്ങൾക്ക് ഒരാശങ്കയുമില്ല. രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്ന്, ഒരു ഇമെയിൽ, അത് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായിട്ട് ഇടപെട്ടു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരുടെ മന്ത്രിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇത് എല്ലാ വകുപ്പുകളിലും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അത് പറയുമ്പോൾ കോൺഗ്രസിന് ഇത് പറയാൻ എന്താ അധികാരം? അജയ് മാക്കൻ്റെ കയ്യിൽ നിന്ന് ഒരു ബില്ല്, അഴിമതി വിരുദ്ധ ബില്ല് പത്രസമ്മേളനത്തിൽ പിടിച്ചു കീറി വലിച്ചെറിഞ്ഞ ആളാണ് ആര്? രാഹുൽ ഗാന്ധി. മോണിറ്ററിങ്ങിനെ കുറിച്ചല്ല, നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ പാരലൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ പാരലൽ ഡിസ്കഷൻ ഈ സത്യവാങ്മൂലം കോടതി കൊടുക്കുമ്പോൾ അതിലും വേണമല്ലോ. അത് ഒഴിവാക്കി വെച്ച് കൊടുക്കുക, പാർലമെന്റ് കമ്മിറ്റി പരിശോധിച്ചതാണെന്നുള്ള വ്യാജമായ വിവരം ചേർക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് തിരിമറി നടത്തിയത്. പിന്നെ സുരേഷ് ബാബുവിന്റെ ആശങ്കയുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് പോകുന്നത്. ഒരു സംശയവും വേണ്ട, ഒരു സ്വത്തും പോയിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആദ്യം വന്നവർക്ക് ആദ്യം രീതിയിൽ കൊടുത്ത സ്പെക്ട്രവും കൽക്കരിയും ഒക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ലേലം വിളിച്ച് രാജ്യത്തേക്ക് അസറ്റായിട്ട് മാറിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനം 6% വർധനമുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാലഘട്ടത്തെക്കാൾ ഇരട്ടിയായിട്ട് റവന്യൂ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് ഉന്നയിക്കാനുള്ള വാദം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ 526 കോടി രൂപയ്ക്ക് നമുക്ക് നൽകാമെന്നേറ്റ വിമാനത്തിന് 1600 കോടി രൂപ വിലയായത് എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പെർ പീസ് എത്ര പൈസയ്ക്ക് വാങ്ങിക്കുന്നു എന്ന കാര്യം ഇപ്പോഴും ജനങ്ങളോട് പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ച എല്ലാ ക്ലോസുകളും നിരാകരിച്ചുകൊണ്ട് മുഴുവനായും ഫ്രാൻസിന് തീരെഴുതിയത് എന്തിനാണ് എന്നതും വിശദീകരിക്കപ്പെടണമല്ലോ. താങ്കൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം വേഗം സുരേഷ് കുമാർ. ഞാനൊന്ന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കാര്യങ്ങളെല്ലാം വിട്ടു. ഈ അജയ് മാക്കൻ്റെ കയ്യിൽ നിന്നൊരു ഒരു കടലാസ് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഞാനത് അംഗീകരിക്കുന്ന ആളാണ്, അഭിമാനത്തോടു കൂടി അംഗീകരിക്കുന്ന ആളാണ്. എന്താണെന്നറിയാമോ? ആ ഗവൺമെൻറ് 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നുള്ള സുപ്രീം കോടതി വിധി മറികടക്കുന്നതിനൊരു നിയമം ഉണ്ടാക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ് ചെയ്തത്. അത് പാടില്ല, അത്തരം ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അത്തരം ഒരു കുറുക്കു വഴികളിലൂടെ കടന്നു വരരുത് എന്ന രാഷ്ട്ര ധാർമ്മികതയുടെ നിർബന്ധമാണ്. താങ്കളുടെ മറുപടി പൂർണ്ണമായി കഴിഞ്ഞു. സമയപ്രശ്നം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നന്ദി ശ്രീ അശോക് കുമാർ, CPM, സുരേഷ് ബാബു, പ്രഭാകരൻ പാലേരി, ശ്രീ ലാൽകുമാർ ഈ ചർച്ചയുടെ ഭാഗമായതിന് നന്ദി. ഇടവേള.